കൂടുതൽ ശ്രദ്ധ കൊടുത്തത് നമ്മൾ ശ്രദ്ധിക്കുന്ന വാർത്ത അങ്ങ് വയനാട്ടിലാണ്. വയനാട്ടിൽ ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വന്നത്. ആ വാർത്തയുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ തന്നെയാണ് ഇന്നുമുള്ളത്. എന്തായാലും മാനന്തവാടി പയ്യപ്പള്ളിയിൽ മധ്യവയസ്കനെ കുത്തിക്കൊന്ന കൊലയാളി ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം ഇന്നും തുടരും. രാവിലെ 8 മണിക്കാണ് ദൌത്യം തുടരുക. കാട്ടാന കാട്ടിലേക്ക് കയറിപ്പോയതിനെ തുടർന്ന് ഇന്നലെ ദൌത്യം നടന്നിരുന്നില്ല. തുടർന്ന് വനം വകുപ്പിനെതിരെ കനത്ത പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. എം എസ് അനീഷ് കുമാർ വയനാട്ടിൽ നിന്നും തത്സമയ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനീഷ്, ഗുഡ് മോർണിംഗ്. എന്താണ് ഇന്നത്തെ ഒരു സാഹചര്യം? അവിടുത്തെ ഒരു ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് വയനാട്ടിൽ നിന്ന് നൽകാൻ സാധിക്കുന്നത്? തുടരുക തന്നെ ആയിരിക്കും. ഈ മനുഷ്യൻ അല്ലെങ്കിൽ അപകടങ്ങൾ വരുത്തുന്ന ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ മറുവശത്ത് ചെയ്യും. ഹനീഷിലേക്ക് എത്താം. ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. വയനാട് മാനന്തവാടി പയ്യപ്പള്ളിയിൽ മധ്യവയസ്കനെ കുത്തിക്കൊന്ന കൊലയാളി ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം ഇന്നും തുടരും. ഇന്നലെ രാവിലെ മുതലുള്ള ദൌത്യം പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് ആന കാട്ടിലേക്ക് കടന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉൾക്കാട്ടിലേക്ക് കടന്നതുകൊണ്ടാണ് ദൌത്യ സംഘത്തിന് ഇന്നലെ ആദ്യം ആന ഉണ്ടായിരുന്നു. അനീഷ് നിൽക്കുന്ന സ്ഥലത്ത് റേഞ്ചിന് തകരാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെ 8 മണിയോടുകൂടി ദൌത്യം തുടരുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാട്ടാന കാട്ടിലേക്ക് കയറിപ്പോയതിനെ തുടർന്നാണ് ഇന്നലെ ദൌത്യം പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നത്. രാവിലെ മുതൽ മയക്കുവെടി വെക്കാനുള്ള തീവ്രശ്രമം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അത് വിജയിച്ചില്ല. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായിരുന്നു. നാടിനെ സംബന്ധിച്ച് വലിയ ഭീതിയിലാണ് അവിടുത്തെ ജനങ്ങൾ. ആനയെ മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റുമെന്നുള്ള വിവരത്തിന്റെ പുറത്തായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന പ്രതിഷേധം ആ നാട്ടിലെ ജനങ്ങൾ അവസാനിപ്പിച്ചത്. പക്ഷേ അതിന് ഇന്നലെ സാധിക്കാതെ വന്നതോടുകൂടി വീണ്ടും വലിയ പ്രതിഷേധത്തിലേക്ക്, വനംവകുപ്പ് അധികൃതർക്ക് നേരെയുള്ള ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് ഇന്നലെ മാനന്തവാടിയിലെ ജനങ്ങൾ കടന്നത് നമ്മൾ കണ്ടതാണ്. ഇന്നും ദൌത്യ സംഘം പറയുന്നത് ഇന്ന് രാവിലെ 8 മണിയോടുകൂടി എന്തായാലും ദൌത്യം ആരംഭിക്കുമെന്നാണ്. കുംകി ആനകൾ അവിടെ സജ്ജമാണ്. പക്ഷേ എത്രമാത്രം ഈ ഒരു ദൌത്യം വിജയിക്കും എന്നതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ചും ആന കാട്ടിലേക്ക് പോയൊരു സാഹചര്യത്തിൽ എന്തായാലും രാവിലെ 8 മണിയോടുകൂടി ദൌത്യം ആരംഭിക്കും. തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ സുരക്ഷാ കാരണങ്ങളാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻകുറുവ, കടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ ഇന്ന് അവധി പ്രഖ്യാപിച്ചത്.